ഹായ് എവ്രി വൺ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ എം.കോം ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന സബ്ജക്റ്റിലത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് 2021 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, സോ ആദ്യം നിങ്ങൾക്ക് പാർട്ട് എയിൽ വരുന്നതാണ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പറഞ്ഞാൽ എന്താണ്, അതേപോലെ തന്നെ ഫിനാൻഷ്യൽ സ്ട്രക്ചർ പറഞ്ഞാൽ എന്താണ്, ദെൻ സെക്യൂരിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, CAPM എന്ന് പറഞ്ഞാൽ എന്താണ്, അണ്ടർ ക്യാപിറ്റലൈസേഷൻ പറഞ്ഞാൽ എന്താണ്, അതേപോലെ തന്നെ ഇൻഡിഫറൻസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്. ഇതൊക്കെയാണ് നിങ്ങളുടെ പാർട്ട് എയിൽ വരുന്നത്. ഈ എല്ലാ കൺസെപ്റ്റും നമ്മളെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ചില വീഡിയോസ് ഞാൻ ഇതിൻ്റെ മുന്നിൽ BComന് സെയിം പാർട്സ് വരുന്നത് കൊണ്ട് നിങ്ങൾക്കത് എടുത്തിട്ടില്ല. അതിൻ്റെ വീഡിയോൻ്റെ ലിങ്കാണ് ഞാൻ തന്നിട്ടുള്ളത്. അതിൽ തന്നെ നമുക്ക് സെയിം കൺസെപ്റ്റാണ് വരുന്നത്. സോ ഓരോ കൺസെപ്റ്റിൻ്റെയും ഞാൻ ആ വീഡിയോൻ്റെ ലിങ്ക് അതാത് വീഡിയോയുടെ താഴെ തന്നെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, സോ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ഓരോ പാർട്സും പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ അതാണ് പാർട്ട് എ. ദെൻ പാർട്ട് ബിയിലോട്ട് പോവുകയാണെങ്കിൽ പ്രോഫിറ്റ് മാക്സിമൈസേഷനും വെൽത്ത് മാക്സിമൈസേഷനും ഇത് രണ്ടും എങ്ങനെയാണ് ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ദെൻ രണ്ടാമത്തതാണെങ്കിൽ ഡിവിഡൻഡ് പോളിസിയുടെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളത്. ദെൻ അതിന് ശേഷം ഒരു പ്രോബ്ലമാണ് നിങ്ങൾക്ക് വരുന്നത്. പ്രോബ്ലത്തിൽ നമ്മുടെ പ്രസന്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഇന്നോവേറ്റീവ് സോഴ്സസ് ഓഫ് ഫണ്ട്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് ഒരു പ്രോബ്ലമാണ് നിങ്ങൾക്ക് വരുന്നത്, അതായത് മാർക്കറ്റ് പ്രൈസ്, ഡിഫറെൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഇക്വിറ്റി ഷെയർ പ്രൈസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഇക്വിറ്റി ഷെയർസിയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറുടെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് നിങ്ങൾക്കൊരു പ്രോബ്ലമാണ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. അങ്ങനെ 1, 2, 3, 4 4 പ്രോബ്ലമാണ് നിങ്ങൾക്ക് പാർട്ട് ബിയിൽ വരുന്നത്. 4 പ്രോബ്ലവും 3 തിയറിയാണ് 2021 വന്നിട്ടുള്ളത്. ദെൻ പാർട്ട് സിയിലോട്ട് പോവുകയാണെങ്കിൽ ആദ്യം തന്നെ ഒരു പ്രോബ്ലമാണ് നിങ്ങൾക്ക് വരുന്നത്. അതായത് നമ്മളുടെ മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ തന്നിട്ടുണ്ട്. സോ ഇത് വെച്ചിട്ട് നിങ്ങളുടെ കമ്പനിയുടെ പെർഫോമൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട്, അതായത് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ടാണ് നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതും ഒരു പ്രോബ്ലം തന്നെയാണ്. ഇതിൽ നിങ്ങൾക്ക് അതായത് നമ്മുടെ റേറ്റ് ഓഫ് റിട്ടേൺ തന്നിട്ടുണ്ട്. ആ റേറ്റ് ഓഫ് റിട്ടേണിന്റെ ബേസിസിൽ EPS അങ്ങനെയുള്ള കാര്യങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദെൻ അതിനുശേഷം വരുന്നത് വേരിയസ് ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ തിയറീസ് എന്താണെന്നുള്ളത് എഴുതാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ദെൻ അതിനുശേഷം ഫങ്ഷൻസ് ഓഫ് ഫിനാൻസ്, എയിംസും ഫങ്ഷൻസ് ഓഫ് ഫിനാൻസും ആണ് വന്നിട്ടുള്ളത്. അങ്ങനെ പാർട്ട് സിയിൽ 2 പ്രോബ്ലം 2 തിയറിയാണ് നിങ്ങൾക്ക് 2021 വന്നിട്ടുള്ളത്. ദെൻ 2022 ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് പോവുകയാണെങ്കിൽ ആദ്യം നിങ്ങൾക്കൊരു 7 ക്വസ്റ്റ്യനിൽ ആദ്യം പറയുന്നത്, അതായത് ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറഞ്ഞാൽ എന്താണ്, ലോഗ് ബോക്സ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്, സെക്യൂരിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ക്രിപ്റ്റ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദെൻ അണ്ടർ ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്. 2021 വന്ന ക്വസ്റ്റ്യൻ 2-3 ഇവിടെ റിപ്പീറ്റഡും ഉണ്ട്. സോ അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, ദെൻ പാർട്ട് ബിയിലോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഏജൻസി കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതെങ്ങനെയാണ് നമ്മൾ മിറ്റിഗേറ്റ് ചെയ്യണേ എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ദെൻ രണ്ടാമത്തത് വെൽത്ത് മാക്സിമൈസേഷനും അതേപോലെ തന്നെ പ്രോഫിറ്റ് മാക്സിമൈസേഷനും തമ്മിലുള്ള ഒബ്ജക്റ്റ് എത്രത്തോളം ഇന്റർ റിലേറ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ CAPM ആണ് നെക്സ്റ്റ് വരുന്ന തിയറി. ദെൻ അതിനുശേഷം വരുന്നത് നിങ്ങൾക്ക് പ്രോബ്ലമാണ്. അതിനുശേഷം വരുന്ന 4 പ്രോബ്ലമാണ്. അതായത് ഇതിൽ നിങ്ങളുടെ ഹയർ പ്രസന്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരു പ്രോബ്ലം, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരു പ്രോബ്ലം, അതേപോലെ തന്നെ നമ്മുടെ ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോബ്ലം, ദെൻ നെക്സ്റ്റ് ഷെയർ പ്രൈസ്, ഇക്വിറ്റി ഷെയർ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോബ്ലം. ഇങ്ങനെയാണ് നിങ്ങളുടെ 2022 ബി പാർട്ട്. ദെൻ സി പാർട്ടിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ളത്, അതായത് നമ്മുടെ കറന്റ് ഡിവിഡൻഡ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ആ ഡിവിഡൻഡിന്റെ ഒരു പ്രോബ്ലമാണ് വന്നിട്ടുള്ളത്. ദെൻ രണ്ടാമത്തത് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് നമ്മളുടെ ഇതിന്റെ മുന്നിൽ ചോദിച്ച സെയിം ക്വസ്റ്റ്യൻസിന്റെ പാറ്റേണിലാണ്. ക്യാപിറ്റലൈസേഷൻ റേറ്റ് തന്നിട്ട് ഏണിംഗ് പെർ ഷെയർ എല്ലാം തന്നിട്ടുണ്ട്. അതിന്റെ ബേസിസിൽ നമ്മൾക്ക് ഫേമിന്റെ കണ്ടുപിടിക്കാനായിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ അതിനുശേഷം വരുന്നത് വേരിയസ് ഡിവിഡൻഡ് തിയറീസ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതാണ് പാർട്ട് സിയിൽ നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ 2023 ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പറഞ്ഞാൽ എന്താണ്, ദെൻ വരുന്നത് ഒരു പ്രോബ്ലം ആണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, നെറ്റ് ഇൻകം അപ്രോച്ചിന്റെ ബേസിസിൽ
ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ദെൻ നെക്സ്റ്റ് വരുന്നതും കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ക്യാപിറ്റൽ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഒരു പ്രോബ്ലമാണ്. ദെൻ അതിനുശേഷം ഡിഫറെന്റ് ഫോംസ് ഓഫ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യാഷ് മാനേജ്മെന്റ് പറഞ്ഞാൽ എന്താണ്, ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി പറഞ്ഞാൽ എന്താണ്, ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്. ഇതൊക്കെയാണ് പാർട്ട് എയിൽ. അപ്പോൾ പാർട്ട് എയിൽ 2023 രണ്ട് പ്രോബ്ലം കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. ഓക്കെ, ദെൻ പാർട്ട് ബിയിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ലിവറേജ് കാൽക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഓക്കെ, സോ ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ദെൻ അതിനുശേഷം വരുന്നത് റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഫിനാൻസ് മാനേജർ ആണ് നിങ്ങൾക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദെൻ 10th ക്വസ്റ്റ്യൻ പറയുന്നത് നമുക്ക് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ക്യാപിറ്റൽ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഡിസ്കസും ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ആ വീഡിയോസ് എടുത്ത് കാണുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോബ്ലം, ദെൻ അതേപോലെ തന്നെ ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ദെൻ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അപ്രോച്ച് ഇസ് നോട്ട് ഓപ്പറേഷണലി ഫെസിബിൾ. സോ അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഫാക്ടേഴ്സ് റെലവെന്റ് ഇൻ ഡിറ്റർമൈനിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നുള്ളതാണ് നിങ്ങൾക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതാണ് പാർട്ട് ബിന്റെ കേസിൽ നമ്മൾ നോക്കുന്ന സമയത്ത് വരുന്നത്. സോ പാർട്ട് ബിയിൽ രണ്ട് തിയറിയാണ് നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ളത്. 4 തിയറീസ്. ഓക്കെ, 4 തിയറീസും 3 പ്രോബ്ലംസ് ആയിട്ടാണ് നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ളത്. ദെൻ പാർട്ട് സിയിലോട്ട് പോവുകയാണെങ്കിൽ പാർട്ട് സിയിൽ നിങ്ങൾക്ക് ആദ്യം ചോദിച്ചിട്ടുള്ളത് തന്നെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രോബ്ലം ആയിട്ട് വരുന്നതാണ്. അതായത് നമ്മുടെ ROI കാൽക്കുലേഷൻസുമായിട്ട് ബന്ധപ്പെട്ട ലിവറേജ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഓരോന്ന് കണ്ടുപിടിക്കാനായിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് നിങ്ങൾക്കൊരു പ്രോബ്ലം തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ അതായത് നമ്മുടെ ഡെപ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ദെൻ നെക്സ്റ്റ് അതിനുശേഷം ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നിങ്ങളുടെ ക്യാപിറ്റലൈസേഷൻ, അതായത് ഇതിന് മുന്നിൽ വരുന്ന ആ സെയിം ക്വസ്റ്റ്യൻ 3 കൊല്ലത്തിലും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. മറ്റേ നമ്മളുടെ ഇപ്പോൾ 17th ക്വസ്റ്റ്യൻ നമ്മുടെ ഇതിന്റെ രണ്ട് കൊല്ലത്തിന് മുന്നിൽ പാർട്ട് ബിയിലായിരുന്നു. ഈ പ്രാവശ്യം പാർട്ട് സിയിലാണ് 2023 ചോദിച്ചിട്ടുള്ളത്. സോ ഇതാണ് നിങ്ങളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എക്സ്പ്ലെയിൻ വേരിയസ് ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ദ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് എന്നുള്ളതാണ്. സോ 2023 നമ്മുടെ 2 കൊല്ലത്തിന് വെച്ച് നോക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചേഞ്ചസ് ഏകദേശമൊക്കെ വന്നിട്ടുണ്ട്. സോ ഈ പ്രാവശ്യം ഇനി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പ്രിഡിക്റ്റ് പോലും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഓരോ മൊഡ്യൂൾ വൈസ് ഞാൻ എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രോബ്ലം ആസ് വെൽ ആസ് തിയറി രണ്ടും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഓരോന്നും നിങ്ങൾ നോക്കിയിട്ട് വേണം പഠിക്കാനായിട്ട്. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം.